വഖഫ് നിയമത്തിനെതിരെ പ്രതിഷേധം കനക്കുന്നു. പശ്ചിമബംഗാളിലെ മുർഷിദാബാദിൽ ഇന്റർനെറ്റ് നിരോധനം ഏർപ്പെടുത്തി. ഏപ്രിൽ 11 വരെയാണ് നിരോധനം. ആളുകൾ കൂട്ടം കൂടുന്നതിനും വിലക്കുണ്ട്. അബ്ദുൾ റഷീദ് ചേരുന്നു. റഷീദ്, ഏത് രീതിയിലുള്ള പ്രതിഷേധമാണ് ബംഗാളിൽ ഉയർന്നു വരുന്നത്? മമതാ ബാനർജി ഇതുമായി ബന്ധപ്പെട്ട് നൽകുന്ന പ്രതികരണം എന്താണ്? ഷമി, ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് മേൽ കടന്നു കയറുന്ന വഖഫ് നിയമത്തിനെതിരെ ശക്തമായ പ്രതിഷേധമാണ് വിവിധ സംസ്ഥാനങ്ങളിൽ, പ്രത്യേകിച്ചും ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ തന്നെയും നടക്കുന്നത്. ഇതിന്റെ ഭാഗമായി സമാധാനമായിട്ടുള്ള അന്തരീക്ഷത്തിൽ കഴിഞ്ഞ ദിവസം ബംഗാളിലെ മുർഷിദാബാദിൽ നടന്നിട്ടുള്ള പ്രതിഷേധത്തിനിടെ പോലീസ് ലാത്തി വീശുകയും പിന്നീട് വലിയ സംഘർഷങ്ങൾ ഉണ്ടാവുകയും ചെയ്തു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ മുർഷിദാബാദിൽ ഇത്തരത്തിൽ ഇന്റർനെറ്റ് നിരോധനം ഏർപ്പെടുത്തിക്കൊണ്ട് കേന്ദ്ര സർക്കാർ ഉത്തരവിറക്കിയിരിക്കുന്നത്. രഘുനാഥ് ഗഞ്ച്, ഉമർപൂർ, അതോടൊപ്പം ജംഗിപൂർ തുടങ്ങിയ മേഖലകളിലൊക്കെ തന്നെയും ഈ ജില്ലാ ഭരണകൂടം നിരോധനാജ്ഞയും ഏർപ്പെടുത്തിയിട്ടുണ്ട്. നിരോധനാജ്ഞയുടെ ഭാഗമായി ഈ 5ൽ കൂടുതൽ ആളുകൾ കൂട്ടം കൂടി നിൽക്കുന്നതും അതോടൊപ്പം റാലികൾ സംഘടിപ്പിക്കുന്നതിനൊക്കെ തന്നെയും വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് നിലവിൽ 22 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. അതേസമയം ഈ സംഘർഷത്തിനിടെ 8ഓളം പോലീസ് ഉദ്യോഗസ്ഥർക്കും പരിക്കേറ്റുണ്ട്. ഈ സംഘർഷത്തെ തുടർന്നിട്ടുണ്ടായിട്ടുള്ള തീപിടുത്തത്തിൽ നിരവധി കടകളും അതോടൊപ്പം 2 പോലീസ് വാഹനങ്ങളടക്കം നിരവധി വാഹനങ്ങളും കത്തി നശിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിന്റെ കൂടി ഒരു പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിൽ ഒരു നിരോധനാജ്ഞയുമായി ജില്ലാ ഭരണകൂടവും മുന്നോട്ട് പോകുന്നത്. എന്തായാലും ഈ ക്രമസമാധാനം നിയന്ത്രിക്കുന്നതിൽ മുഖ്യമന്ത്രി മമതാ ബാനർജി പരാജയപ്പെട്ടെന്ന് ഗവർണർ ആനന്ദ് ബോസ് അടക്കം ആരോപിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അതേസമയം സംസ്ഥാനത്ത് നിയമം നടപ്പിലാക്കില്ല എന്ന കാര്യമാണ് മുഖ്യമന്ത്രി മമതാ ബാനർജി കൂട്ടിച്ചേർത്തിരിക്കുന്നത്. ന്യൂനപക്ഷങ്ങളുടെ സംരക്ഷണമാണ് സർക്കാരിന്റെ ഉദ്ദേശമെന്നും അതിനായി നിലകൊള്ളുമെന്നും മമത കൂട്ടിച്ചേർത്തിട്ടുണ്ട്. എന്തായാലും നിലവിൽ ഇത്തരം പ്രതിഷേധങ്ങളൊക്കെ തന്നെയും അടിച്ചമർത്താനുള്ള നീക്കം തന്നെയാണ് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. ഷമി, ബംഗാളിൽ വഖഫ് ഭേദഗതി നിയമത്തിനെതിരായ പ്രതിഷേധം കനക്കുകയാണ്. അബ്ദുൾ റഷീദാണ് വിശദാംശങ്ങൾ നൽകിയത്.